ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനവും ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ക്വിസ് വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? 1945 ആഗസ്റ്റ് 6 ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബറാക് ഒബാമ. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ച പേരെന്താണ്? ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ച പേരെന്ത്? ഉത്തരം കിറ്റി. അതായത് ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ചിരുന്ന പേരാണ് കിറ്റി. അതായത് കിറ്റി എന്നാണ് ആൻ ഫ്രാങ്ക് തന്റെ ഡയറിയെ വിളിച്ചിരുന്നത്. ആൻ ഫ്രാങ്ക് ആരാണെന്നും അതുപോലെ തന്നെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന കൃതിയുടെ പ്രത്യേകത എന്താണെന്നുമൊക്കെ നമ്മൾ കഴിഞ്ഞ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസിന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇതിന് മുമ്പത്തെ 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് 2 വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. അതിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? നാഗസാക്കി എന്ന വാക്കിന്റെ അർത്ഥം ലോങ് കേപ്പ് എന്നാണ്. അതായത് നീളമുള്ള മുനമ്പ് അല്ലെങ്കിൽ നീണ്ട അഴിമുഖം എന്നൊക്കെയാണ് മലയാളത്തിൽ ഇതിന്റെ അർത്ഥം വരുന്നത്. ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന വാക്കിന്റെ അർത്ഥം. ഈ 2 വാക്കിന്റെയും, അതായത് ഹിരോഷിമയും നാഗസാക്കിയുടെയും മലയാളം അർത്ഥങ്ങൾ പഠിച്ചിട്ട് പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോയിലെ അടുത്ത ചോദ്യം: പാക് അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അതായത് പാകിസ്ഥാന്റെ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പാകിസ്ഥാൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ ഖാദർ ഖാൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയുടെ അണുബോംബിന്റെ പിതാവ്, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് ആരാണെന്ന് പറഞ്ഞിരുന്നു. ഉത്തരം രാജാ രാമണ്ണയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് എനർജി, അതാരാണ്? ഹോമി ജെ ബാബ. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും റിവൈസ് ചെയ്ത് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോയിലെ 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജപ്പാന്റെ തലസ്ഥാനം ഏതാണ്? ജപ്പാന്റെ തലസ്ഥാനം ഏത്? ഉത്തരം ടോക്കിയോ. ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ടോക്കിയോ. ചോദ്യം നമ്പർ 6: ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം എത്ര? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഉത്തരം 4400 കിലോഗ്രാം. 4400 കിലോഗ്രാം ആണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ ഭാരം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം 4400 കിലോഗ്രാം. ചോദ്യം നമ്പർ 7: ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം എത്രയാണ്? ഫാറ്റ്മാൻ എന്ന അറ്റോമിക് ബോംബിന്റെ വെയിറ്റ് എത്ര? ഉത്തരം 4670 കിലോഗ്രാം. 4400 കിലോഗ്രാം ആയിരുന്നു ലിറ്റിൽ ബോയ് എന്ന അണുബോംബിന്റെ ഭാരം. അതുപോലെ തന്നെ നാഗസാക്കിയിൽ വർഷിച്ച ഫാറ്റ്മാൻ എന്ന അണുബോംബിന്റെ ഭാരം 4670 കിലോഗ്രാം. അടുത്ത ചോദ്യം: അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം എത്രയാണ്? അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം. 1945 ആഗസ്റ്റ് 9 പകൽ 11:02 അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത്. ഹിരോഷിമയുടെ കാര്യം കൂടി ഓർത്തിരിക്കുക. 1945 ആഗസ്റ്റ് 6 രാവിലെ 8:15 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ചത് എന്നുകൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പദ്ധതി പ്രകാരമാണ് അമേരിക്ക ആറ്റം ബോംബുകൾ വികസിപ്പിച്ചെടുത്തത്?
മാൻഹാട്ടൻ പ്രൊജക്റ്റ് എന്നാണ് ആ ഒരു പ്രൊജക്റ്റിന്റെ പേര്. ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക അണുബോംബുകൾ, അതായത് അറ്റോമിക് ബോംബുകൾ വികസിപ്പിച്ചെടുത്തത്. ഉത്തരം മാൻഹാട്ടൻ പ്രൊജക്റ്റ്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, ഹിരോഷിമ നഗരത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ഉത്തരം ഒലിയാൻഡർ. അതായത് ഹിരോഷിമ നഗരത്തിന്റെ ഔദ്യോഗിക പുഷ്പം അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫ്ലവർ എന്നറിയപ്പെടുന്നത് ഒലിയാൻഡർ ആണ്. ഇതിന്റെ റീസൺ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഹിരോഷിമയിൽ ഈ ഒരു അണുബോംബ് വർഷിച്ചതിന്റെ ഇമ്പാക്റ്റുകളൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യം വിരിഞ്ഞ പുഷ്പമാണ് ഈ ഒരു ഒലിയാൻഡർ പുഷ്പം. അതുകൊണ്ടാണ് ഹിരോഷിമയുടെ ഔദ്യോഗിക പുഷ്പമായിട്ട് ഈ ഒരു ഒലിയാൻഡർ പുഷ്പം അറിയപ്പെടുന്നത്. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം, യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. 11ാമത്തെ ചോദ്യം, യുദ്ധവും സമാധാനവും വാർ ആൻഡ് പീസ് എന്ന കൃതിയുടെ രചയിതാവിനെ പറ്റിയാണ്. ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ആണ്. ചോദ്യം നമ്പർ 12, ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെടുന്നത് ഏത് രഹസ്യ പേരിലായിരുന്നു? ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഉത്തരം ട്രിനിറ്റി. അതായത് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഒരു രഹസ്യ പേരിലാണ്. അതിൻ്റെ പേരാണ് ട്രിനിറ്റി ടെസ്റ്റ് എന്നായിരുന്നു ഈ ഒരു പരീക്ഷണം അറിയപ്പെട്ടിരുന്നത്. 13ാമത്തെ ചോദ്യം, ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത്? ആദ്യത്തെ അണുബോംബ് പരീക്ഷണമായ ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് 1945 ജൂലൈ 16-നാണ്. അതിനുശേഷമാണ് ഈ ഒരു ടെസ്റ്റ് വിജയകരമായതുകൊണ്ടാണ് 1945 ഓഗസ്റ്റ് 6-ാം തീയതി ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ആരാണ്? ഉത്തരം സഡക്കോ സസക്കി എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സഡക്കോ സസക്കി. ചോദ്യം നമ്പർ 15, സഡക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? (644) അല്ലെങ്കിൽ 645 പേപ്പർ ക്രെയിനുകൾ. അതായത് ഇത്രയും വെളുത്ത കൊക്കുകളെയാണ് സഡക്കോ സസക്കി എന്ന് പറയുന്ന പെൺകുട്ടി നിർമ്മിച്ചിരിക്കുന്നത്. ചോദ്യം നമ്പർ 16, 2 ബോംബാക്രമണങ്ങളിൽ നിന്നും, അതായത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയായി അറിയപ്പെടുന്ന ജപ്പാനീസ് മെറൈൻ എഞ്ചിനീയർ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് സുറ്റോമു യമഗുച്ചി. അതായത് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും 2 അറ്റോമിക് ബോംബ് ആക്രമണങ്ങളെയും നേരിട്ട് സർവൈവ് ചെയ്തു എന്ന് പറയുന്ന മറൈൻ എഞ്ചിനീയറാണ് സുറ്റോമു യമഗുച്ചി. വീഡിയോയിലെ അടുത്ത ചോദ്യം, ബോംബാക്രമണത്തിന്റെ ഫലമായി ഹിരോഷിമയിൽ തൽക്ഷണം എത്ര പേർ മരണപ്പെട്ടു? അമേരിക്ക ഈ ഒരു ഹിരോഷിമ എന്ന നഗരത്തിൽ ഈ ഒരു ബോംബ് ആക്രമണം നടത്തിയതിനെ തുടർന്ന് തൽക്ഷണം 1,40,000 പേരാണ് മരണപ്പെട്ടത്. ഉത്തരം 1,40,000. വീഡിയോയിലെ 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വിമാനത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്തേക്ക് വീഴാൻ എത്ര സമയമാണ് എടുത്തത്? ഉത്തരം 43 സെക്കൻഡ്. അതായത് ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന അണുബോംബ് വിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം അത് ഹിരോഷിമയിൽ വന്ന് പതിക്കാനെടുത്ത സമയം 43 സെക്കൻഡാണ്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 43 സെക്കൻഡ്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, 2ാം ലോക മഹായുദ്ധം ഫലപ്രദമായി അവസാനിപ്പിച്ച് ജപ്പാന്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ച ജാപ്പനീസ് ചക്രവർത്തി ആരാണ്? ഉത്തരം ഹിരോഹിത്തോ ചക്രവർത്തി അല്ലെങ്കിൽ എംപറർ ഹിരോഹിത്തോ. 2ാം ലോക മഹായുദ്ധം ഫലപ്രദമായി അവസാനിപ്പിച്ച് ജപ്പാന്റെ കീഴടങ്ങൾ പ്രഖ്യാപിച്ച ചക്രവർത്തിയാണ് എംപറർ ഹിരോഹിറ്റോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. ജപ്പാനിൽ ആറ്റം ബോംബിടാൻ ഉത്തരവ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്?
ഉത്തരം ഹാരി എസ് ട്രൂമാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ജപ്പാനിൽ അണുബോംബ് വർഷിക്കാൻ ഉത്തരവ് നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിന്റെ പേരെന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസിന്റെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ഹിരോഷിമ നാഗസാക്കി ദിന ക്വിസിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ്? ഇതിന്റെ ഉത്തരം ഹിരോഷിമയാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ അൻവിത്, നഷ, വിഘ്നേഷ് SG, ദേവസൂര്യ, ആദികേഷ് ശങ്കർ, റിഹാം, വൈഗ, അതുപോലെ തന്നെ ധ്യാൻ ഭഗത്, ജിൻഷിത മെഹറിൻ, ഷാൻസ് ഹൈജു, കൈലാഷ്, താനിഷ്, ലക്ഷ്മണൻ MS, അധ്യാത്മിക്, നിജിന വിനയൻ, അതുപോലെ തന്നെ ഫാരിസ് മുജീബ്, ഫിസ മറിയം എന്നിവരാണ്. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ 3 വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വീഡിയോയിലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ കുറച്ചുകൂടി ടഫായ ക്വസ്റ്റ്യൻസും, ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം 60-ലധികം ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ആ വീഡിയോസ് കൂടി കാണുക. ഈ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.